ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിൽ SIR സംസ്ഥാന സർക്കാരും CPIM-ഉം സുപ്രീം കോടതിയിലേക്ക്. പാർട്ടി കോടതിയെ സമീപിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 80% ഫോം വിതരണം ചെയ്തു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെന്നും കേരളത്തിൽ പോലും ഇത് കാര്യക്ഷമമായി നടന്നിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ നിലപാട് സ്വീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് SIR മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടും. വോട്ടർ പട്ടികയിൽ ഒരാൾ പോലും വിട്ടുനിൽക്കരുത്. നിയമയുദ്ധം അതിന്റെ വഴിക്ക് തുടരും. എല്ലാ പാർട്ടിയും വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ ഇടപെടണം. പിന്നോട്ടു പോകാൻ പാടില്ല. വലിയ രീതിക്ക് വോട്ട് ചോർച്ചയുണ്ടാകും. 18 വയസ്സ് തികഞ്ഞ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം, MV ഗോവിന്ദൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടൽ വേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തർക്കത്തിൽ നിന്ന് സ്വയം പിന്മാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടൽ വേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തർക്കത്തിൽ നിന്ന് സ്വയം പിന്മാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ക്രിയാത്മകമായി മുന്നോട്ട് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള പദ്ധതി തയ്യാറാക്കി പൊതുകാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. BJP സ്വീകരിക്കുന്നത് കേന്ദ്രീകൃത നിലപാടാണ്. ഇത്തരം ശക്തികൾക്കെതിരെയായ ജനവിധി ഉണ്ടാകണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ 60 ലക്ഷം പേരുടെ വോട്ട് അവകാശം നീക്കി ചെയ്തെന്നും ഇത് പരാജയത്തിന്റെ ഒന്നാം കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചു. EVM പോലും നേരത്തെ പ്രവർത്തിച്ചില്ല. കമ്മീഷനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. രാഷ്ട്രീയ അജണ്ട ഇലക്ഷൻ കമ്മീഷനിലൂടെ സാധിച്ചു. ഇതായിരുന്നു മോദിയുടെ ഇന്നലത്തെ പ്രസംഗം. പെരുമാറ്റച്ചട്ടം വന്ന ശേഷം 10,000 രൂപ 1.5 കോടി ആളുകൾക്ക് നൽകി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണിത്, അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇത് തടഞ്ഞെന്നും കോൺഗ്രസ് ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPക്ക് അനുകൂല സാഹചര്യം രൂപപ്പെടാൻ കാരണം കോൺഗ്രസ് ആണെന്നും ഫലപ്രദമായ തിരഞ്ഞെടുപ്പിനെ സമീപിച്ചില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook